മൊഡ്യൂൾ 2-ലെ അവസാനത്തെ സെക്ഷനാണ് 14.4 ഡെറിവേറ്റീവ്സ് ഓഫ് ആൻ അനലിറ്റിക് ഫങ്ഷൻസ്. ഡെറിവേറ്റീവ്സ് ഓഫ് അനലിറ്റിക് ഫങ്ഷൻസ്. ഓക്കെ, നമുക്കൊരു കാൽക്കുലസിലെ അല്ലെങ്കിൽ ഒരു റിയൽ ഫംഗ്ഷന്റെ കേസിൽ ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഡിഫറൻഷ്യബിൾ ആണ് എന്ന് പറയുന്ന കാര്യം എപ്പോഴാണ് ഡിഫറൻഷ്യബിൾ എന്ന് പറയാ എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. ഡെറിവേറ്റീവ് കാണാൻ നമുക്കറിയാം. ഒരു ഫംഗ്ഷന് ഫസ്റ്റ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കരുതി ആ ഫംഗ്ഷന് സെക്കൻഡ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാതിരിക്കാം അല്ലെ. ഒന്നെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യാതിരിക്കാം. നമുക്ക് ഒരു ഫംഗ്ഷന് ഫസ്റ്റ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് കരുതി സെക്കൻഡോ അല്ലെങ്കിൽ ഹയർ ഡെറിവേറ്റീവ്സോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കോംപ്ലക്സ് അനലിറ്റിക് ഫംഗ്ഷൻസിന് കേസ് എടുക്കുവാണെങ്കിൽ അത് കുറച്ചുകൂടെ സിംപ്ലർ ആണ്. റിയൽ ഫംഗ്ഷൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ സിംപ്ലർ ആണ്. അതായത് അനലിറ്റിക് ഫംഗ്ഷന്റെ കേസിൽ നമുക്ക് ഡെറിവേറ്റീവ്സ് ഒക്കെ ഇതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ പറ്റും. അതാണ് ഈ തിയറം 1 നമുക്ക് കാണാൻ പറ്റുന്നത്. നോക്കൂ, ഡെറിവേറ്റീവ്സ് ഓഫ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ. തിയറം 1. ഓക്കെ, if f of z is, here നോക്കൂ, if f of z is analytic in a domain D, then it has derivatives of all orders in D. എന്താ പറയുന്നത്? എഫ് ഒരു ഡൊമെയിനില് അനലിറ്റിക് ആണെങ്കിൽ എന്താണ്, ആ ഫംഗ്ഷന്റെ എഫിന്റെ എല്ലാ ഡെറിവേറ്റീവ്സും ഓഫ് ഓൾ ഓർഡേഴ്സ് occur in D. എഫ് അനലിറ്റിക് ഇൻ എ ഡൊമെയിൻ ഡി ആണെങ്കിൽ ആ ഡൊമെയിന്റെ എല്ലാ ഡെറിവേറ്റീവ്സും എക്സിസ്റ്റ് ചെയ്യും. എല്ലാ ഓർഡറിലുള്ള ഡെറിവേറ്റീവും എക്സിസ്റ്റ് ചെയ്യും. എവിടെ? ഡിയിൽ. ഓക്കെ, വിച്ച് ആർ then also analytic functions. കൂടാതെ വേറൊരു കാര്യമുണ്ട്, ഈ ഡെറിവേറ്റീവ്സ് എല്ലാം അനലിറ്റിക് കൂടെ ആയിരിക്കും. എവിടെ? ഡിയില്. എന്താ പറഞ്ഞത്? ഒരു ഡൊമെയിനിൽ എഫ് ഓഫ് സെറ്റ് അനലിറ്റിക് ആണെങ്കിൽ അതിന്റെ എല്ലാ ഹയർ ഡെറിവേറ്റീവ്സും എക്സിസ്റ്റ് ചെയ്യും. ഡെറിവേറ്റീവ്സ് ഓഫ് ഓൾ ഓർഡേഴ്സ് എക്സിസ്റ്റ് ഇൻ ഡി. ആൻഡ് ഓൾസോ ആ ഡെറിവേറ്റീവ്സും എന്തായിരിക്കും? അനലിറ്റിക് ആയിരിക്കും. ഇനി അതിന്റെ ആ ഫംഗ്ഷന്റെ അല്ലെങ്കിൽ ആ ഡെറിവേറ്റീവിന്റെ വാല്യൂ അറ്റ് എ പോയിന്റ് z നോട്ട് നമുക്ക് ഈ താഴെ കാണുന്ന ഫോർമുലാസ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുകയും ചെയ്യാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എഫ് ഡാറ്റ് z നോട്ട് ഈക്വൽ ടു 1/2πi ഇൻറ്റു ഇന്റഗ്രൽ ഓവർ സി എഫ് ഓവർ z ബൈ z മൈനസ് z നോട്ട് ഹോൾ സ്ക്വയർ dz. ഇനി എഫ് ഡബിൾ ഡാഷ് അറ്റ് z നോട്ട് ഈക്വൽ ടു 2 factorial by 2πi integral over c f of z by z minus z naught cube dz, etc. In general, the nth derivative at z naught f n of z naught is equal to n factorial by 2πi into integral over c f of z by z minus z naught n plus 1 dz, where c എന്താണെന്ന് വെച്ചാൽ c is the here c is any here c എന്താണ്? c is any simple closed path in C that encloses Z naught and whose full interior belongs to D, and we integrate counterclockwise around C. C എന്ന് പറയുന്നത് ഏതോ ഒരു സിമ്പിൾ ക്ലോസ്ഡ് പാത്ത്, ഡിയിലെ ഏതോ ഒരു സിമ്പിൾ ക്ലോസ്ഡ് പാത്ത് Z നോട്ടിനെ കണ്ടെയ്ൻ ചെയ്യുന്ന, Z നോട്ടിനെ എൻക്ലോസ് ചെയ്യുന്ന ഏത് ഒരു സിമ്പിൾ ക്ലോസ്ഡ് പാത്ത് സി ഇൻ ഡി എടുത്തു കഴിഞ്ഞാലും വിത്ത് ഹൂസ് ഫുൾ ഇന്റീരിയർ ബിലോങ്സ് ടു ഡി, അതിന്റെ ഇന്റീരിയർ ഡിനുള്ളിൽ കിടക്കുന്ന രീതിയിൽ നമ്മൾ ഏതൊരു സിമ്പിൾ ക്ലോസ്ഡ് പാത്ത് സി ഇൻ ഡി കൺസിഡർ ചെയ്താലും and we integrate counterclockwise around C, we get fn nth derivative of f, അതിന്റെ വാല്യൂ അറ്റ് z നോട്ട് ഈക്വൽ ടു എന്താണ്? n ഫാക്ടോറിയൽ ബൈ 2πi ഇൻറ്റു ഇന്റഗ്രൽ ഓവർ c f ഓഫ് z ബൈ z മൈനസ് z നോട്ട് ഓൾ റേസ് ടു n പ്ലസ് 1 dz. ഈ ഒരു ലാസ്റ്റ് ഇക്വേഷൻ ഇതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇവിടെ ഏത് ഡെറിവേറ്റീവും at z naught
വാല്യൂ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? n ഫാക്ടോറിയൽ ബൈ 2πi ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സി എഫ് z ബൈ z മൈനസ് z0 ഓൾ റേസ് ടു n പ്ലസ് 1 dz ചെയ്താൽ മതി. ഓക്കെ, സോ ഇവിടെ നിന്ന് നമുക്ക് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് z ബൈ z മൈനസ് z0 all raised to n plus 1 is equal to എന്ത് കിട്ടും? is equal to 2pi by n factorial into fn at z0. സോ നമ്മൾ ഇതാണ് ഇന്റഗ്രൽ കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ. ഓക്കെ, നമ്മൾ ഇതിന്റെ മുന്നത്തെ ക്ലാസ്സിൽ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? കോഷീസ് ഇന്റഗ്രൽ ഫോർമുല പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവിടെ n എന്താണ്? അവിടെ n 0 ആവുന്ന കേസാണ്. ഓക്കെ, അവിടെ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇന്റഗ്രൽ ഓഫ് സി എഫ് ഓഫ് z ബൈ z മൈനസ് z0 ഈസ് ഈക്വൽ ടു എന്താന്ന് പറഞ്ഞു? 2πi ഇൻറ്റു എഫ് ഓഫ് z0 ആണെന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? സോ അതിന്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആണ് ഈ ഫോർമുല. ക്ലിയർ? സോ ഇതാണ് നമുക്ക് എക്സാമ്പിൾ അല്ലെങ്കിൽ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യാനുള്ള ഫോർമുല. ഇതിന്റെ പ്രൂഫ് നമുക്ക് പഠിക്കാനില്ല. ഇത് നമുക്ക് എക്സാമ്പിൾസിലോട്ട് കിടക്കാം. നോക്കൂ, അപ്ലിക്കേഷൻസ് ഓഫ് തിയറം 1. അതിൽ ഫസ്റ്റ് വൺ എക്സാമ്പിൾ 1. എക്സാമ്പിൾ 1 നോക്കിക്കേ, വാല്യുവേഷൻ ഓഫ് ലൈൻ ഇന്റഗ്രൽസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ഇന്റഗ്രൽ ഓവർ സി കോസ് z ബൈ z മൈനസ് പൈ ഐ ഹോൾ സ്ക്വയർ dz. അത് കാണാം. നമുക്ക് ഒന്ന് എഴുതിയെടുക്കാം. നോക്കൂ, നമുക്ക് കാണേണ്ടത് ഇന്റഗ്രൽ ഓവർ സി എന്തായിരുന്നു? കോസ് z ബൈ അല്ലെ, കോസ് z ബൈ z മൈനസ് പൈ ഐ ഹോൾ സ്ക്വയർ dz. അപ്പൊ സി ഈസ് എനി സി എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? സി ഈസ് എ കോണ്ടൂർ എൻക്ലോസിംഗ് ദ പോയിന്റ് പൈ ഐ ആണ് ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ്. സി എന്ന് പറയുന്നത് കോണ്ടൂർ എൻക്ലോസിംഗ് ദ പോയിന്റ് പൈ ഐ ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇത് കോസ് z ബൈ നോക്കൂ z മൈനസ് പൈ ഐ ഹോൾ സ്ക്വയർ dz ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ സി എന്ന് പറയുന്നത് നോക്കൂ, നമ്മൾ ഇത് വരയ്ക്കാം. കോംപ്ലക്സ് പ്ലെയിൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നോക്കൂ, ഇവിടെ പൈ ഐ എവിടെ വരും? പൈ ഐ എന്ന് പറയുന്നത് ഇവിടെ എവിടെ ഉള്ളൊരു പോയിന്റ് ആയിരിക്കും അല്ലെ, ഇമാജിനറി ആക്സിസിലെ ഏതൊരു പോയിന്റ് ആയിരിക്കും. സോ ഇതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതോ ഒരു കോണ്ടൂർ ആണ് സി ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, സോ ഇത് ഏത് ഫോമിലാണ് ഒന്ന് നോക്കിയേ. ഇത് എഫ് ഓഫ് z ഡിവൈഡഡ് ബൈ z മൈനസ് z0 ഓൾ റേസ് ടു അല്ലെങ്കിൽ ഓൾ സ്ക്വയർ dz. ഇന്റഗ്രൽ എഫ് ഓഫ് z ബൈ z മൈനസ് z0 ഓൾ സ്ക്വയർ dz ഫോമിൽ അല്ലേ? അതായത് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് z ഡിവൈഡഡ് ബൈ z മൈനസ് z0 ഓൾ റേസ് ടു n പ്ലസ് 1 ഈസ് ഈക്വൽ ടു എന്താന്ന് നമുക്കറിയാം. ഇതിന്റെ വാല്യൂ എന്താണ്? ഇത് ബൈ തിയറം 1 ദിസ് ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ എന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു 2πi by n ഫാക്ടോറിയൽ ഇൻറ്റു നോക്കൂ fn at z0 ആണ്. ഇവിടെ f of z എന്താണ്? f of z is cos z. cos z അനലിറ്റിക് ആണ് ഇൻ എൻറ്റയർ കോംപ്ലക്സ് പ്ലെയിൻ. therefore ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈസ് ഈക്വൽ ടു 2πi by n ഫാക്ടോറിയൽ. n എന്താണ്? ഇവിടെ നോക്കൂ, n plus 1. n plus 1 2 ആണ്. So that n is equal to 1. So 2πi by 1 factorial into ഇനി എന്ത് കാണണം? fn അല്ലെ, എഫിന്റെ nth ഡെറിവേറ്റീവ്, അതായത് cos z-ന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഏത് പോയിന്റില്? അറ്റ്
z ഈക്വൽ ടു പൈ ഐ. ഇതാണ് ഇതിന്റെ വാല്യൂ വരുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു 2 പൈ ഐ ബൈ 1 ഫാക്ടോറിയൽ 1 ആണ്. കോസെറ്റ് എന്താണ്? കോസെറ്റ് അനലിറ്റിക് ഫംഗ്ഷൻ ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? മൈനസ് സൈൻ സെറ്റ് അല്ലെ. സോ മൈനസ് സൈൻ സെറ്റ്, സെറ്റിന്റെ വാല്യൂ പൈ ഐ കൊടുക്കണം. സോ സൈൻ പൈ ഐ. ഇനി ഇവിടെ മൈനസ് ഐ സൈൻ പൈ ഐ ഉണ്ട്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ എച്ച് പൈ എന്ന് എഴുതിക്കൂടെ? സോ ദിസ് ഇസ് 2 പൈ സൈൻ എച്ച് പൈ. ഇതാണ് ആൻസർ വരുന്നത്. കണ്ടോ? 2 പൈ സൈൻ എച്ച് പൈ. മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് എക്സാമ്പിൾ 2 ഒന്ന് നോക്കിക്കേ. ഫോർ എനി കോണ്ടൂർ എൻക്ലോസിംഗ് ഏത് പോയിന്റ്? മൈനസ് ഐ. ഓക്കെ, ഫോർ എനി കോണ്ടൂർ എൻക്ലോസിംഗ് ദ പോയിന്റ് മൈനസ് ഐ ആൻഡ് ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഈ ഇന്റഗ്രേഷൻ നമുക്കൊന്ന് കണ്ടുനോക്കാം. നോക്കൂ, ക്വസ്റ്റ്യൻ ഇതാണ്. എക്സാമ്പിൾ 2 ആണ് ചെയ്യുന്നത്. ഇന്റഗ്രൽ ഓവർ സി എന്താ വേണ്ടത്? z raised to 4 minus 3z square plus 6 divided by z plus I whole cube dz ആണ് കാണേണ്ടത്. ഓക്കെ, ഇവിടെ f of z എന്താണ്? z raised to 4 minus 3z square plus 6. അതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്. Therefore that is analytic in the entire complex plane. Okay, and also c എന്താണ്? c is a contour containing minus I. So minus I നെ contain ചെയ്യുന്ന ഏതൊരു കോണ്ടൂർ ആണ് c in the counter clockwise direction. Okay, അപ്പോ ഇത് ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ആ തിയറം 1 യൂസ് ചെയ്യാം. ഇവിടെ n എന്താണ്? n plus 1 3 ആണ്. So n is 2. So this is equal to 2 pi I by 2 factorial into എന്ത് വേണം? f of z ന്റെ nth ഡെറിവേറ്റീവ്. അതെന്ത് വരും? z raised to 4 minus 3z square plus 6 ന്റെ nth ഡെറിവേറ്റീവ് പറയുമ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ്. അത് ഏത് പോയിന്റിൽ ഇവാലുവേറ്റ് ചെയ്യണം? z ഈക്വൽ ടു മൈനസ് ഐയിൽ ഇവാലുവേറ്റ് ചെയ്യണം. ഓക്കെ, ഇത് ഡെറിവേറ്റീവ് കാണാനൊക്കെ ഈസിയാണ്. ഇവിടെ 2ഉം 2 ഫാക്ടോറിയലും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബിക്കോസ് 2 ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു 2. സോ ദിസ് ഇസ് ഈക്വൽ ടു പൈ ഐ ഇൻറ്റു z റേസ്ഡ് ടു 4 ന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്താണ്? 4 നോക്കൂ എന്താണ്? 4z ക്യൂബ് മൈനസ് 6z അല്ലെ? കഴിഞ്ഞോ? ഇല്ല അല്ലെ? നമുക്ക് ഒന്നുകൂടെ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. സോ അറ്റ് z ഈക്വൽ ടു മൈനസ് ഐ. ഒന്നുകൂടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? പൈ ഐ ഇൻറ്റു 12z മൈനസ് 6 അറ്റ് പോയിന്റ് z ഈക്വൽ ടു മൈനസ് ഐ. ഇനി നോക്കൂ, ഇവിടെ നിങ്ങൾ വാല്യൂ ഒന്ന് കൊടുത്ത് നോക്കിക്കേ. ഇവിടെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു പൈ ഐ ഇൻറ്റു 12 ഇൻറ്റു മൈനസ് ഐ, ദാറ്റ് ഇസ് മൈനസ് 12i മൈനസ് 6. ഓക്കെ, ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് മൈനസ് 6 പുറത്തെടുക്കാം. സോ ഇതെന്ത് വരും? മൈനസ് 6 പൈ ഐ ഇൻറ്റു ബാക്കി എന്ത് വരും? 2i പ്ലസ് 1. ഓക്കെ, ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതാം. അപ്പോ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓക്കെ, നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഒരു മിനിറ്റ്, ഇവിടെ ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. 4z ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? 4 ഇൻറ്റു 3 ഇൻറ്റു z സ്ക്വയർ ആണ് കേട്ടോ. സോറി, അപ്പൊ അതിനനുസരിച്ച് ഇവിടെ മാറും അല്ലെ? അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇവിടെ എന്താ വരിക? z ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താ? 3z സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ 4 ഇൻറ്റു 3 12. സോ 12z സ്ക്വയർ മൈനസ് 6 എന്ന് വരും.
ക്ലിയർ? 6 ഓക്കെ -6 ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഐ കൊടുത്തു കഴിഞ്ഞാൽ 12 ഇൻറ്റു -i² -6 എന്നാ വരിക. എന്ത് വരും? 5i ഇൻറ്റു i² -1 ആണ്. സോ -i². എന്താ വരിക? -i ഇൻറ്റു -i. This is equal to -1. Okay, so this is -12 -6 എന്നാണ് വരുന്നത്. Okay, -12 -6 എന്താണ്? -18. So this is equal to -18 pi. അതല്ലേ ആൻസർ കിട്ടിയത്? ഓക്കെ, -18 pi ആണ് ലാസ്റ്റ് ആൻസർ. ഇനി എക്സാമ്പിൾ 3 ഒന്ന് നോക്കാം. എക്സാമ്പിൾ 3 ഒന്ന് വായിച്ചു നോക്കിയേ. ഫോർ എനി കോണ്ടൂർ ഫോർ വിച്ച്, നോക്കൂ ഇവിടെ എന്താണ്? 1 lies inside and +or-2i lie outside. ആ കോണ്ടൂറിന്റെ ഉള്ളില് 1 ഉണ്ട്, പക്ഷെ അവിടെ എന്തില്ല? 1നെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, +or-2iനെ കണ്ടെയ്ൻ ചെയ്യുന്നില്ല. അത്തരത്തിലുള്ള ഒരു കോണ്ടൂറാണ്. ഓക്കെ, അവിടെ നമുക്ക് ഈ ഒരു ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ സെഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതേ ഒരു പ്രൊസീജിയറിൽ നമുക്ക് ഇതുകൂടെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കൂ, എക്സാമ്പിൾ 3 ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇന്റഗ്രൽ ഓവർ സി, ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓവർ സി e⁻z divided by z -1 whole square into z² + 4. ഇതിന്റെ മൊത്തം നോക്കുവാണെങ്കിൽ ഈ ഇന്റഗ്രന്റിന്റെ dz, ഇന്റഗ്രന്റ് എന്താണ്? e⁻z by z -1 whole square into z² + 4. ഇതിന്റെ മൊത്തം നോക്കുവാണെങ്കിൽ ഇത് 1ലും +or-2iലും അല്ലെ. ഇവിടെ 1ല് 1 കൊടുത്താൽ 0 ആവും, ഇവിടെയോ 2i കൊടുത്താൽ 0 ആവും, അതേപോലെ -2i കൊടുത്താലും 0 ആവും. അപ്പൊ 1ലും +or-2iലും ഇതിന്റെ ഡിനോമിനേറ്റർ 0 ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ കോണ്ടൂർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇത് 1നെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. 1 എവിടെയാണ്? 1 ഇവിടെ. ഓക്കെ, ഇനി എന്താണ്? അത് 2iനെയും -2iനെയും കണ്ടെയ്ൻ ചെയ്യുന്നില്ല. ഇവിടെ 2i, ഇവിടെ -2i. ഓക്കെ, അതായത് കോണ്ടൂർ എന്ന് പറയുന്നത് ഇങ്ങനെയോ ഉള്ളൊരു കോണ്ടൂർ ആണ്. ഇതാണ് സി ഇൻ ദ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. 1നെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, +or-2iനെ കണ്ടെയ്ൻ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ f(z) ആയിട്ട് ഇതെടുത്തു എന്ന് വിചാരിക്കുക. f(z) ആയിട്ട് e⁻z by z² + 4നെ കൺസിഡർ ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ f(z) നമ്മുടെ ഈ കോണ്ടൂറിന്റെ ഉള്ളിൽ അനലിറ്റിക് അല്ലേ? ആണ്. ഇത് അനലിറ്റിക് അല്ലാത്തത് എവിടെയാ? +or-2iലാണ്. പക്ഷെ +or-2i നമ്മുടെ കോണ്ടൂറിന്റെ പുറത്താണുള്ളത്. അതുകൊണ്ട് ഈ f(z) കോണ്ടൂറിനുള്ളിൽ അനലിറ്റിക് ആണ്. സോ ദാറ്റ് നമുക്ക് ഇതിനെ എങ്ങനെ കാണാം? ഇന്റഗ്രൽ ഓവർ സി e⁻z by z² + 4 divided by z -1 whole square. So ഇത് ഏത് ഫോമിലായി? ഇന്റഗ്രൽ f(z) by z - z0 all raised to n+1 ഫോമിലായി. And this is equal to 2πi by n factorial. n+1 ഇവിടെ 2 ആണ്. സോ n എന്താണ്? 1 ആണ്. സോ 2πi by 1 factorial into എന്ത് വേണം? ഇതിന്റെ ഡെറിവേറ്റീവ് e⁻z by z² + 4, അതിന്റെ ഡെറിവേറ്റീവ് ഏത് പോയിന്റില്? at z = 1. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു 1 factorial 1 ആണ്. സോ ദിസ് ഇസ് 2πi. ഇനി e⁻z by z² + 4ന്റെ എന്ത് വേണം? അതിന്റെ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് ഏത് ഫോമിലാണ്? ഇതിനെ നമുക്ക് u/v ഫോമിലാണെന്ന് കാണാലോ. ഓക്കെ, u/v ഫോം ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഡെറിവേറ്റീവ് ഈക്വൽ ടു vu ഡാഷ് uv ഡാഷ് ബൈ v² ആണല്ലോ. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് കാണാം?
വി യു ഡാഷ്, അതായത് സെഡ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു സെഡ്. ഇ റേസ് ടു സെറ്റിന്റെ ഡെറിവേറ്റീവ് ഇ റേസ് ടു സെറ്റ് തന്നെയാണ്, മൈനസ് പിന്നെന്താ വേണ്ടത്, ഇതൊക്കെ ഒന്ന് വായിക്കുവാണേ. പിന്നെ വേണ്ടത് എന്താണ്, യു ഇൻറ്റു വി ഡാഷ്. യു എന്താണ് ഇവിടെ, യു ഈസ് ഇ റേസ് ടു സെഡ്. സോ ഇ റേസ് ടു സെഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെഡ് സ്ക്വയർ പ്ലസ് 4, ദാറ്റ് ഇസ് 2z. ഓക്കെ, ഡിവൈഡഡ് ബൈ വി സ്ക്വയർ, ദാറ്റ് ഇസ് സെഡ് സ്ക്വയർ പ്ലസ് 4 ഹോൾ സ്ക്വയർ. ഇത് വരും ഇവാലുവേറ്റഡ് അറ്റ് z ഈക്വൽ ടു 1. ഓക്കെ, സോ ഇതെന്ത് വരും നോക്കിയേ, this is equal to സെറ്റിന് 1 ഒന്ന് കൊടുത്ത് നോക്കിക്കേ, 2 pi I into സെറ്റിന് 1 കൊടുത്താൽ ഇവിടെ 5 വരും, 5 e raised to z minus 2 e raised to z divided by 5 square അല്ലേ. So this is 2 pi I by 25 ഉണ്ട് താഴെ, മുകളിൽ എന്താ ഉള്ളത്, 5 minus 2 is 3 e raised to z. Okay, this is equal to 6 pi I by 25 into e raised to z. This is the final answer. നോക്കൂ അല്ലേ, 6 ഒരു മിനിറ്റ്, ചെറിയ മിസ്റ്റേക്ക് പറ്റി. ഇ റേസ് ടു സെറ്റ്, അവിടെയും നമ്മൾ 1 കൊടുക്കണ്ടേ സെറ്റിന്, അവിടെയും നമ്മൾ സെറ്റിന് 1 കൊടുക്കണം. സി ഇ റേസ് ടു 1 ഇസ് ഇ. സോ ദിസ് ഇസ് 6 pi I by 25 into ഇ. അത് മറന്നു പോയത്, സെറ്റിന് മൊത്തം 1 കൊടുക്കണം. സോ ഇ റേസ് സെറ്റിൽ കാണുന്ന സെറ്റിനും 1, നമ്മൾ സെറ്റിന് 1 കൊടുക്കണം. സോ 5e minus 2e by 5 square, that is 5e minus 2e is 3e. So last answer is 6 pi I by 25e. Next, അപ്പൊ അതാണ് ആ തിയറം 1 യൂസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ്. ഇത് യൂസ് ചെയ്തിട്ട് ആ ഒരു തിയറം, ആ ഒരു ലാസ്റ്റ് ഫോമിൽ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒത്തിരി പ്രോബ്ലംസ് ചെയ്യാൻ നമ്മുടെ എക്സസൈസിലുണ്ട്, അതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. നെക്സ്റ്റ്, കോഷീസ് ഇൻഇക്വാലിറ്റി, ലയോവലിസ് ആൻഡ് മൊറേറാസ് തിയറം. ഇതിൽ ഫസ്റ്റ് കോഷീസ് ഇൻഇക്വാലിറ്റി. ഇപ്പൊ നമ്മുടെ തിയറം 1 യൂസ് ചെയ്തിട്ട് നിങ്ങൾ ML ഇൻഇക്വാലിറ്റി പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ML ഇൻഇക്വാലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇപ്പോഴത്തെ തിയറം 1 യൂസ് ചെയ്തിട്ട് നമുക്കൊരു കോഷീസ് ഇൻഇക്വാലിറ്റി കൺസ്ട്രക്ട് ചെയ്തെടുക്കാം. ഓക്കെ, ആൻഡ് ഇറ്റ് ഹാസ് മെനി ആപ്ലിക്കേഷൻസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ML ഇൻഇക്വാലിറ്റി ചെയ്ത പോലെ തന്നെ വി ഹാവ് ടു ഡു ടു ചൂസ് എന്താണ്, ഒരു സർക്കിൾ കൺസിഡർ ചെയ്യണം അല്ലെ. എ സർക്കിൾ ഓഫ് റേഡിയസ് r and center at z0 consider and apply ML inequality with mod f of z less than or equal to m on c. Then we get mod fn at z0. This is equal to എന്താണ് by theorem 1? This is equal to n factorial by 2 pi I into integral ഇതാണ് അല്ലേ. അപ്പൊ നമുക്കറിയാം n factorial by 2 pi I ഇത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇതിന്റെ മോഡുലസ് എന്താ വരിക? ഇതിന്റെ മോഡുലസ് എന്ന് വെച്ചാൽ മോഡ് n ഫാക്ടോറിയൽ, മോഡ് n ഫാക്ടോറിയൽ ഈസ് n ഫാക്ടോറിയൽ ബൈ താഴെയുള്ളതിന്റെ മോഡുലസ്. 2πന്റെ മോഡുലസ് 2π തന്നെയാണ്. ഇനി ഐന്റെ മോഡുലസ് എന്താണ്? ഐന്റെ മോഡുലസ് 1 അല്ലേ. സോ ദിസ് ഇസ് n ഫാക്ടോറിയൽ ബൈ 2π ഇൻറ്റു മോഡുലസ് ഓഫ് ഇന്റഗ്രൽ ഓവർ c f of z by z minus z0 raised to n plus 1 dz. And mod f of z എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ആണ്. ഓക്കെ, ആൻഡ് നമ്മുടെ സർക്കിളിന്റെ റേഡിയസ് r-ഉം സെന്റർ അറ്റ് z0 ആണ്. ദാറ്റ് ഈസ് മോഡ് z മൈനസ് z0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു r ആണ്. സോ അവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഇതാ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇതിന് പകരം r-നെ റീപ്ലേസ് ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ 2π ഇൻറ്റു m 1 by r raised to n plus 1 into 2πr. ഈ ആറും ഇതും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, so this is equal to, this gives the Cauchy's inequality
mod fn at z0 is less than or equal to n factorial m by r raised to n. ഒന്നുമില്ല, ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, എം എൽ ഇനീക്വാലിറ്റി, നമ്മൾ പഠിച്ച എം എൽ ഇനീക്വാലിറ്റി ജസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ റിസൾട്ടിലോട്ട് എത്താം. നെക്സ്റ്റ് is Liouville's theorem. Liouville's theorem is if an entire function is bounded in absolute value in the whole complex plane, then the function must be constant. Entire functions എന്ന് വെച്ചാൽ എന്താണ്, എല്ലായിടത്തും കോംപ്ലക്സ് പ്ലെയിനിൽ മൊത്തം അനലിറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എൻഡയർ ഫംഗ്ഷൻസ് വിളിക്കുന്നത്. അപ്പൊ ഈ ലയോവിലിസ് തിയറം പറയുന്ന ഇതാണ്, നമ്മുടെ കോംപ്ലക്സ് പ്ലെയിനിൽ മൊത്തം നോക്കുകയാണ്, കോംപ്ലക്സ് പ്ലെയിനിൽ എൻഡയർ ഫംഗ്ഷൻ ബൗണ്ടഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ അതിന് നമുക്ക് സം ബൗണ്ട് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ മോഡ് എഫ് ഓഫ് സെറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം വാല്യൂ എം എന്ന് പറയുവാണെങ്കിൽ എഫിന് ഒരു ഓപ്ഷനേ ഉള്ളൂ, അതെന്തായിരിക്കും, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കും. അതായത് നോൺ കോൺസ്റ്റന്റ് എൻഡയർ ഫംഗ്ഷൻസ് അൺബൗണ്ടഡ് ആണ്. ഒരു എൻഡയർ ഫംഗ്ഷൻ, ബൗണ്ടഡ് എൻഡയർ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ മാത്രമാണ്, ബാക്കിയുള്ളതെല്ലാം എന്താണ്, അൺബൗണ്ടഡ് ആണ്. അതാണ് ലയോവിലിസ് തിയറം പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് സ്റ്റേറ്റ് ചെയ്യാം, എക്സാമിന് ചോദിക്കാം. നെക്സ്റ്റ് മൊറേറാസ് തിയറം, and it is the converse of Cauchy's integral theorem. Okay, അപ്പോൾ ഈ തിയറം പറയുന്നത് f of z is continuous in a simply connected domain D, and if integral over C f of z dz equal to 0 for every closed path in D, then f of z is analytic in D. എന്താ പറയുന്നത്, സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ D നമ്മുടെ കയ്യിലുണ്ട്. സപ്പോസ് ദാറ്റ് അവിടെ എഫ് കണ്ടിന്യൂസും ആണ്, ഈ ഇന്റഗ്രൽ 0 ആണ്. ഓക്കെ, ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു 0 ആണ് ഫോർ എനി ക്ലോസ്ഡ് പാത്ത് സി ഇൻ ഡി. ഡിയിൽ ഏത് ക്ലോസ്ഡ് പാത്ത് സി എടുത്തു കഴിഞ്ഞാലും, അതായത് സിംപ്ലി കണക്റ്റഡ് ഡൊമൈനിൽ എഫ് കണ്ടിന്യൂസ് ആണ്, ആ ഡൊമൈനിലെ ഏത് സി കൺസിഡർ ചെയ്താലും അവിടെ ഇന്റഗ്രൽ 0 ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം, എഫ് ഓഫ് സെറ്റ് അനലിറ്റിക് ആയിരിക്കും. ഇതാണ് മൊറേറാസ് തിയറം പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ സെക്ഷൻ 14.4 ഉള്ളത്. ഇതോടുകൂടി നമ്മുടെ കണ്ടന്റ് കംപ്ലീറ്റ് ആയി. അപ്പൊ ഇവിടെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്യുക കേട്ടോ. സോ 1 to 7 ഉണ്ട്, പിന്നെ കോണ്ടൂർ സ്കെച്ച് ചെയ്യാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് കംപ്ലീറ്റ് ആക്കി വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.